അതെന്തുകൊണ്ടാണ് മസിൽസ് അറൗണ്ട് നീ സ്ട്രെങ്തൻ ചെയ്യണമെന്ന് പറയുന്നത്? ഈ മസിൽസ് ഇംപ്രൂവ് ചെയ്യുന്നത് ഇസ് നോട്ട് ജസ്റ്റ് ഫോർ ലുക്കിംഗ് മസ്കുലർ, ബട്ട് ഇറ്റ് ഇസ് ഓൾസോ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ജോയിന്റ് ഹെൽത്ത്. സോ വെൻ യു ഗോ ടു എ ജിം ആൻഡ് ലിഫ്റ്റിംഗ് വെയ്റ്റ്സ്, അതോടൊപ്പം തന്നെ സ്ട്രെച്ചസ്, ഡൈനാമിക് ആൻഡ് സ്റ്റാറ്റിക് സ്ട്രെച്ചസോടൊപ്പം തന്നെ ഒരു യോഗ റിലേറ്റഡ് റൂട്ടീനും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ കംപ്ലീറ്റ് വെൽ റൗണ്ടഡ് അപ്രോച്ച് ടുവേർഡ്സ് ബിക്കമിങ് ഫിറ്റ് ആൻഡ് ബിക്കമിങ് ഹെൽത്തി. ആർത്രൈറ്റിക് നീ ഉള്ളവർ മുട്ടുവേദനയായി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് ആദ്യം പറയുന്നത് എന്താണ്? ഒബ്വിയസ്ലി അവർ വൈറ്റമിൻ ഡി ലെവൽ ചെക്ക് ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ തരും കാൽസ്യത്തോടൊപ്പം തന്നെ. അതോടൊപ്പം അവർ പറയുന്നത് മസിൽസ് അറൗണ്ട് നീ, മുട്ടിന് ചുറ്റുമുള്ള മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഫിസിയോതെറാപ്പിസ്റ്റിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറയും, അല്ലേ? അത് എന്തുകൊണ്ടാണ് മസിൽസ് അറൗണ്ട് നീ സ്ട്രെങ്തൻ ചെയ്യണം എന്ന് പറയുന്നത്? ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് കൺസിഡർ ഇറ്റ് ലൈക്ക് എ കാർ. ഒരു കാറിന്റെ ഫ്രെയിം ഉണ്ട്, ഷാസി എന്ന് പറയുന്ന സാധനം. ആ ഫ്രെയിമിന് മേലെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഘടിപ്പിച്ചിരിക്കുന്നത്, നമ്മുടെ സീറ്റും എഞ്ചിനും ബാക്കി എല്ലാം ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രെയിം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ അനുബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സിമിലർ ടു സ്കെലിറ്റൽ സിസ്റ്റം. നമ്മുടെ സ്കെലിറ്റൻ, നമ്മുടെ അസ്ഥിക്കൂടം, അതിനോട് സിമിലർ ആണ് ഈ പറഞ്ഞ ഷാസി എന്ന് പറയുന്നത്. അതിന്റെ മേലെ വെച്ചിരിക്കുന്ന ഷോക്ക് അബ്സോർബേഴ്സ് ഉണ്ടാവും, അല്ലെ? ഈ കാറിന് ഷോക്ക് അബ്സോർബേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഓരോ ഹമ്പ് ചാടുമ്പോഴും ഓരോ കുഴിയിൽ ചാടുമ്പോഴും ഒരഞ്ഞ് വേറെ ടയർ വരാതിരിക്കുകയുള്ളൂ. അപ്പൊ അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ഷോക്ക് അബ്സോർബേഴ്സ് ആണ് മസിൽസ്. ഈ മസിൽസ് എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് ക്രോസസ് എ ജോയിന്റ്. ഒരു ജോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജോയിന്റിന് അക്രോസ് ആയിരിക്കും എല്ലാ മസിൽസും ഉണ്ടാവുക. ഈ മസിൽസിന്റെ വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് ദീസ് മസിൽസ് ഡു ഇസ് ടു അബ്സോർബ് ഷോക്ക്. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ ഒരു ഓവർ വെയിറ്റ് ആയ മുട്ടുവേദനയുള്ള ഒരാൾ സ്റ്റെപ്പ് കയറുകയാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴും നമ്മുടെ മുട്ടിലുള്ള 3 എല്ലുകൾ, അത് ഏതൊക്കെയാണ്? ഫീമർ, ടിബിയ ആൻഡ് പട്ടേല. ഫീമർ എന്ന് പറയുന്നത് ദി ബോൺ ഫ്രം ദി ഹിപ്പ് ടു ദി നീ. ടിബിയ എന്ന് പറയുന്നത് ദ ബോൺ ഫ്രം ദ നീ ടു ദ ഫീറ്റ്. പട്ടേല എന്ന് പറയുന്നത് അതിന് മേലെയുള്ള ചിരട്ട എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഈ 3 ബോൺസ്, ഇതെല്ലാം കൂടി നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു സൈനോവിയൽ ജോയിന്റ് ആണത്. അതിനകത്തൊരു സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്, അതിനകത്ത് ഷോക്ക് അബ്സോർബ് ചെയ്യാനുള്ള സോഫ്റ്റ് ടിഷ്യൂസ് ഉണ്ട്, മെനിസ്കസ് ടിഷ്യൂസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. നിങ്ങൾ ഓവർ വെയിറ്റ് ആണ്, അല്ലെങ്കിൽ ആ മസിൽസ് പ്രോപ്പർ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, എക്സസീവ് ആയിട്ട് ഒരു വെയർ ആൻഡ് ടയർ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഫീമർ ആൻഡ് ടിബിയ തമ്മിൽ ഒരഞ്ഞ് അവിടെ ഒരു വെയർ ആൻഡ് ടയർ, ഒരു തേയ്മാനം ഉണ്ടാവും. ഈ തേയ്മാനം വരുമ്പോഴാണ് ഈ പറഞ്ഞ മുട്ടുവേദനയായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ മസിൽസ് സ്ട്രോങ്ങർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ ഷോക്ക് അബ്സോർബേഴ്സ് സ്ട്രോങ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ കുണ്ട് അല്ലെങ്കിൽ ഓരോ കുഴിയിൽ ചാടുമ്പോഴും ഓരോ ഹമ്പ് ചാടുമ്പോഴും ആ ഷോക്കിനെ ഷോക്ക് അബ്സോർബ് ചെയ്യും. ഈ ഷാസിയും ഫ്രെയിമും തമ്മിൽ ഒരയില്ല. ഇതേപോലെ ഇഫ് യുവർ മസിൽസ് ആർ സ്ട്രോങ്, മസിൽസ് അറൗണ്ട് നീ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്വാഡ്രൈസെപ്സ്, ഹാംസ്ട്രിങ്സ്, പിന്നെ കാഫിലെ മസിൽസ്. ഈ മസിൽസ് ബെറ്റർ ഇൻ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 3 ബോൺസും ഈ സൈനോവിയൽ ജോയിന്റിൽ ഒരയാനുള്ള സാധ്യത ഗണ്യമായി കുറയുന്നു. അതോടൊപ്പം നമ്മുടെ ജോയിന്റ്സിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ മസിൽസ് ഇംപ്രൂവ് ചെയ്യുന്നത് ഇസ് നോട്ട് ജസ്റ്റ് ഫോർ ലുക്കിംഗ് മസ്കുലർ, ബട്ട് ഇറ്റ് ഇസ് ഓൾസോ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ജോയിന്റ് ഹെൽത്ത്. അതോടൊപ്പം തന്നെ ഈ മസിൽസ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പറായ രീതിയിൽ സ്ട്രെച്ചിങ് എല്ലാം ചെയ്ത് ഈ മസിൽസ് സ്റ്റിഫ് ആവാതെ, സ്പാസം ആവാതെ സൂക്ഷിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഫ്ലെക്സിബിലിറ്റി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന യോഗ പോലെയുള്ള എക്സസൈസസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. സോ വെൻ യു ഗോ ടു എ ജിം ആൻഡ് ലിഫ്റ്റിംഗ് വെയ്റ്റ്സ്, അതോടൊപ്പം തന്നെ സ്ട്രെച്ചസ്, ഡൈനാമിക് ആൻഡ് സ്റ്റാറ്റിക് സ്ട്രെച്ചസോടൊപ്പം തന്നെ ഒരു യോഗ റിലേറ്റഡ് റൂട്ടീനും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ കംപ്ലീറ്റ് വെൽ റൗണ്ടഡ് അപ്രോച്ച് ടുവേർഡ്സ് ബിക്കമിങ് ഫിറ്റ് ആൻഡ് ബിക്കമിങ് ഹെൽത്തി. ആൻഡ് ദാറ്റ്സ് ഹൗ യു വിൽ ബി ഏബിൾ ടു മേക്ക് ഷുവർ ഈ രീതിയിലുള്ള മുട്ടുവേദന, ജോയിന്റ് പെയിൻ, മറ്റ് സന്ധി വേദനകൾ ഒന്നും ഫ്യൂച്ചറിൽ വരാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. സോ എക്സസൈസ് ഇസ് നോട്ട് ജസ്റ്റ് ഫോർ ലുക്കിംഗ് ഗുഡ്, ബട്ട് ഇസ് ഓൾസോ ടു മേക്ക് ഷുവർ ദാറ്റ് വി ആർ ഏബിൾ ടു മൂവ് അറൗണ്ട്. വയസ്സായിരിക്കുമ്പോഴും എണീറ്റ് നടക്കാനും, ചെയറിൽ നിന്ന് എണീക്കുമ്പോൾ മുട്ടുവേദന വരാതിരിക്കാനും, കുറേ ദൂരം നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റ് ജോയിന്റ് പെയിൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രീംലി ഹെൽപ്ഫുൾ ആണ് ഈ മസിൽസിന്റെ സ്ട്രെങ്ത്തും ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്യുന്നത്.